ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു റാൻസ് പോർട്ടൽ. അപ്പോൾ നമ്മൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 3, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാർക്കിൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നോക്കാം. ദ മാനേജ്മെൻറ്റ് ഓഫ് ന്യൂ കേരള സോപ്പ് ലിമിറ്റഡ്. ദ മാനേജ്മെൻറ്റ് ഓഫ് ന്യൂ കേരള സോപ്പ് ലിമിറ്റഡ്, അതായത് ന്യൂ കേരള സോപ്പ് ലിമിറ്റഡ് എന്ന് പറയുന്ന സോപ്പ് അവരെന്താണ് മാനുഫാക്ചേഴ്സ് ഓഫ് ടോയ്ലറ്റ് സോപ്പ്. അവരെന്താണ് ടോയ്ലറ്റ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ ന്യൂ കേരള സോപ്പ് എന്ന് പറയുന്ന കമ്പനി അവർ ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുന്നു. ഇൻ ഫേസിങ് ദ പ്രോബ്ലംസ് ഓഫ് പുവർ സെയിൽസ്. അതെന്താണ്? സെയിൽസ് വളരെ കുറവാണ്. അവർ ഏറ്റവും നല്ല നേരിടുന്ന പ്രോബ്ലം സെയിൽസ് വളരെ കുറവാണ്. ആസ് എ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്, ഇപ്പം നമ്മളെന്താണ് ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ്. നമ്മൾ ചോദിക്കുകയാണ് എന്ത്? സജസ്റ്റ് ദം എ സ്യൂട്ടബിൾ സെയിൽസ് പ്രൊമോഷൻ മെഷേഴ്സ് ടു ഇൻക്രീസ് ദെയർ സെയിൽസ്. ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ, ഇത്രേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് ആണ്, വലിയ 3 ലൈനിലുള്ള ക്വസ്റ്റ്യനൊക്കെയാണ്. പക്ഷെ എന്താണ്, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലെന്താണ് വളരെ ചെറിയ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരാനുണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി വലിയ ലൈൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മൾ പതറരുത്. നമ്മൾ ധൈര്യം സംഭരിച്ച് നമ്മൾ വായിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രേ ഉള്ളൂ. ഈ ന്യൂ കേരള സോപ്പ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ പ്രൊഡക്റ്റ് സെയിൽ വളരെ കുറവാണ്. അവർക്ക് ഈ സാധനം വിൽക്കാൻ വേണ്ടി ഒരു പെട്ടെന്ന് സെയിൽ കൂട്ടണം. അതിന് നമ്മളോട് സജഷൻസ് ചോദിക്കുകയാണ്, നമ്മുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അവർ ചെയ്യാന്നുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളറിയാം, നമ്മളൊരു പുതിയ കമ്പനി തുടങ്ങുകയാണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലാതെ നമ്മൾ പഠിക്കാനുള്ള കാര്യം നമ്മളിങ്ങനെ ചിന്തിക്കുക. നമ്മൾ കമ്പനി തുടങ്ങുകയാണ്, ആ കമ്പനി തുടങ്ങുമ്പോൾ സെയിൽസ് കുറഞ്ഞു പോയി. അപ്പോൾ ആ സെയിൽ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിളല്ലേ? നമുക്ക് എല്ലാവരുടെ കാര്യങ്ങളാണ്, നമ്മളെന്നും മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സെയിൽ കൂട്ടാൻ എന്ത് ചെയ്യുന്നുള്ളത്. നോക്കാം, ആൻസർ നോക്കാം. റിബേറ്റ്, സാമ്പിൾ, ഫ്രീ ഗിഫ്റ്റ്, ഇതൊക്കെയാണ് എന്താ പറയുക നമുക്ക് സെയിൽ കൂട്ടാനുള്ള ടെക്നിക്സ്. പിന്നെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ നമുക്ക് 1, 2 അല്ലെങ്കിൽ 3, മാക്സിമം 3 വരെ ടെക്നിക്സ് എഴുതിയാൽ മതി. നമ്മൾ സാമ്പിൾസ് കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ സാമ്പിളായിട്ട് നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് വെറുതെ സാമ്പിളായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അപ്പം അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഒരു കേക്കിൻ്റെ ഇതേമാതിരി ഒരു ടീമിനെ ഒന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, സാറിന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നിങ്ങൾ ഇഷ്ടപ്പെട്ട് മാത്രം വാങ്ങിയാൽ മതി, നമ്മൾ നിർബന്ധിക്കുന്നില്ല, ടേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രീ ഇട്ടതാണല്ലേ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. ചിലപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്യും. അതാണ് ട്രിക്കാണ്, ആ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ട്രിക്കാണ്. അപ്പോൾ അവർ ഈ സാമ്പിൾസ് കൊണ്ട സാധനങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ആളുകൾക്ക് ആകർഷിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ സെയിൽ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? സാമ്പിൾസ് കൊടുക്കാം. രണ്ടാമത്തെ റിബേറ്റ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടോ? റിബേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിന് മുന്നേ പോയി, ആ ഷോപ്പിൻ്റെ ചിലപ്പം അവിടെ നമ്മളെല്ലാ ഷോപ്പിന് മുന്നേ കാണുന്ന പരസ്യമാണ് കട കാലിയാക്കുന്നു, ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഇത്ര രൂപ വരെ കീവ് കൊടുക്കുന്നു. എല്ലാ കാലം നോക്കിയാൽ ആ ഷോപ്പിലെ കട കാലിയാവില്ല. എല്ലാ പ്രാവശ്യം കട കാലിയാക്കുന്നു പറഞ്ഞാൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ബോർഡ് കാണുമ്പോൾ നമുക്ക് തോന്നും കട കാലിയാക്കുകയാണ്. അപ്പോൾ സാധനം വില കുറച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീതി നമുക്കുണ്ട്. പക്ഷെ ശരിക്കും അത് ഒരു ട്രിക്കായിരിക്കും. നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ബോർഡ് അതേമാതിരി ഉണ്ടാവും, കട കാലിയാക്കുന്നു. അപ്പോൾ ഇത് നമ്മളെ പറ്റിക്കാനുള്ള ട്രിക്കാണ്. അത് വേറെ ഭാഗം. അപ്പോൾ നമുക്കിവിടെ നമ്മളെന്താണ് മാർക്കറ്റ് എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ റിബേറ്റ് കൊടുക്കാറ് ഇപ്പം 200 രൂപ വരെ കുറവ്, അല്ലെങ്കിൽ 500 രൂപ സാധനം വാങ്ങി 500 രൂപക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതാണ് എന്താ പറയുക, റിബേറ്റ് എന്ന് പറയുക. മൂന്നാമത്തെ ഫ്രീ ഗിഫ്റ്റ് ആണ്, പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഈ ഹോർലിക്സ്, ബൂസ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഇതാണ്, സാധനങ്ങളാണ്. ഈ ഹോർലിക്സ് വാങ്ങുമ്പോൾ ഒരു ഗ്ലാസ് ഫ്രീ കിട്ടും, അല്ലെങ്കിൽ ഒരു ബോൾ ഫ്രീ കിട്ടും, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ ഫ്രീ കിട്ടും. ഇത് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം കടയിലേക്ക് പോകുമ്പോൾ ആ ഹോർലിക്സിൻ്റെ പരസ്യത്തിൽ, അതായത് ഹോർലിക്സിൻ്റെ ബോട്ടിലടങ്ങ് വെച്ചിട്ടുണ്ടാവും. ആ ബോട്ടിൽ വെക്കുമ്പോൾ അപ്പോൾ ഫ്രീ ഗിഫ്റ്റ്, അതായത് ഈ വാട്ടർ ബോട്ടിൽ ഫ്രീ ഉണ്ട് എന്നുള്ള ഭാഗം അവർ തിരിച്ചു വെച്ചിട്ടുണ്ടാവുക. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം ഹോർലിക്സിന് പേര് കണ്ട ഉടനെ അടുത്തെന്താ നമ്മൾ പെട്ടെന്ന് കാണുക ഒരു വാട്ടർ ബോട്ടിൽ ഫ്രീ ഉണ്ട്, നോക്കണം നമ്മൾ ലാഭമായി. അതായത് ഒരു ഹോർലിക്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിൽ ഫ്രീ ആയി. ഒന്ന് നോക്കുക, നമ്മൾ ധൈര്യത്തിൽ വാങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്ന മാർക്കറ്റിംഗ് എക്സ്പേർട്ട് നിലയ്ക്ക് ഇവിടെ ഈ കമ്പനിക്ക് സെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ കൂട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. മാർക്കറ്റ് എക്സ്പേർട്ട് നിലയ്ക്ക് നമ്മൾ അപ്പം എന്താ പറയണം, റിബേറ്റ് കൊടുക്കുക, സാമ്പിൾസ് കൊടുക്കുക,
ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ലക്കി ഡ്രോസ്, അതായത് അപ്പം നമ്മൾ ആ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൂപ്പൺ പൂരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ ഭാഗ്യശാലികൾക്ക് ഒരു കാർ സമ്മാനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എങ്ങാനും ബിരിയാണി കൊടുക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എന്താണ് എങ്ങാനും കിട്ടിയാൽ വിചാരിച്ചെന്തായിരിക്കും നമ്മൾ ആ സാധനം വാങ്ങും. ഇതൊക്കെ അത് ട്രിക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പം എന്താണ് ഈ പേര് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഓർമ്മ എല്ലാവരും മനസ്സിൽ വേണം. അപ്പം എന്താണ് വലിച്ചു നീട്ടിയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ആ ഒരു പോയിന്റ് മാത്രം എഴുതാം. അടുത്ത ക്വസ്റ്റ്യനാണ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ബിഗിൻസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ നീഡ്സ്. ഡു യു എഗ്രി വിത്ത്? ഇതെന്താണ് ചോദിക്കണം, എന്താണ് ഈ ആർഗ്യുമെന്റിനോട് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. എന്താണ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ബിഗിൻസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ നീഡ്സ്. അതായത് ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആരംഭിച്ചു. അതെന്താണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? പ്ലാനിങ്. പ്ലാനിങ് കാരണം എന്താണ്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ് ബിഫോർ ആക്ട്. അതായത് എന്താണ് നമ്മൾ കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കണം. അതെന്തായിരിക്കണം, ഒരു പ്ലാൻ തയ്യാറാക്കി എങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വേണം. എന്നിട്ട് നമ്മൾ കാര്യം ചെയ്യാനുള്ള ഒരു ഇതേ കിടക്കാൻ പാടുള്ളൂ. അപ്പം എന്താണ് ഈ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമൊക്കെ എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ നീഡ്സ്. അതായത് എന്താണ് കൺസ്യൂമേഴ്സിന്റെ നീഡിനെ നമ്മൾ കണ്ടറിഞ്ഞിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത് ഈ പ്ലാനിങ് അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് ആണോ അല്ലേ എന്ന് ചോദിക്കും. ഈ ആർഗ്യുമെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ല എന്ന് ചോദിക്കുന്നത്. നമുക്ക് യോജിച്ചൂടെ? നമുക്ക് എന്തേ വിരോധം ഉണ്ട് അതുകൊണ്ട്? ഇല്ല. അത് തന്നെ ഇവിടെ ആൻസർ പറയുന്നത് എന്താണ്? യെസ്, എഗ്രി. ഇത്രേ ഉള്ളൂ. നിങ്ങൾ എഗ്രി വിത്ത് ദിസ് എന്ന് ചോദിച്ചത് എന്താണ്? ഒന്നും പറയാനില്ല, യെസ്. നിങ്ങൾ യെസ് എന്ന് എഴുതുക, എഗ്രി, ഇത്ര എഴുതിയാൽ മതി. ഒരു മാർക്ക് ഇതാ ഷുവർ ആയിട്ടുണ്ട് പോകുന്നു. ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം എന്താണ് പ്രൊഡക്റ്റ് ഒരു സാധനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സാധനം നിർമ്മിക്കുക എന്ത് പറയുക അടിസ്ഥാനത്തിലായിരിക്കും? അവരുടെ പ്ലാനിങ് ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അത് കൺസ്യൂമേഴ്സിനെ കണ്ടറിഞ്ഞിട്ടായിരിക്കും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽസ് ആലോചിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പോകുന്നു. ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ എന്താണ് നമ്മളിങ്ങനെ ആദ്യം സ്ഥലമൊക്കെ ഒന്ന് പോയി നോക്കും. അവിടെ കൺസ്യൂമേഴ്സ് ഇപ്പം അവിടെ ചിലപ്പം കിഡ്സിൻ്റെ ഷോപ്പ് കുറവായിരിക്കും, അല്ലെങ്കിൽ ജെൻസിൻ്റെ ഷോപ്പ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഈ വെഡ്ഡിങ് സെൻറ്റേഴ്സ്, അത് കല്യാണത്തിന് വേണ്ടി പർച്ചേസിങ്ങുള്ള സാധനങ്ങൾക്ക് ഷോപ്പ് കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള സ്കോപ്പ് ഉണ്ട് നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കിഡ്സ് ആണ്, അതായത് കുട്ടികളെ ഡ്രസ്സ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ടെക്സ്റ്റൈൽസ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായിരിക്കും നേരെ പോയി ആ സ്ഥലമൊക്കെ കണ്ട് ഇവിടെ പാർക്കിംഗ് ഉണ്ടോ, ഇവിടെ കാര്യങ്ങളുണ്ടോ, ഇവിടെ നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും, ഒരു പ്ലാൻ ചെയ്യും. ആ പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് ആ ഷോപ്പ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തായിരിക്കും നമ്മുടെ ഒരു മാസത്തെ പ്രോഫിറ്റ് വരെ നമ്മളെന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. കാരണം എന്താണ് പ്ലാനിങ് ഇസ് മസ്റ്റ്. അപ്പോൾ എന്താണ് നമ്മളിവിടെ അഗ്രി ചെയ്യുന്നുണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, കണ്ണുമൂട്ടിയത് എന്താണ് അഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കൺസ്യൂമറിന് ആവശ്യമുള്ള സാധനം മാത്രമേ പ്രൊഡ്യൂസർ ഉണ്ടാക്കുള്ളൂ. അല്ലാതെ വെറുതെ ഇതാരെങ്കിലും വാങ്ങിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല കാരണം ആരും സാധനം ഒന്നും ഉണ്ടാക്കില്ല. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് യെസ് ഐ ആം അഗ്രി എഴുതിയാൽ എന്താണ് ക്ലിയർ ആയി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 2 വരി ഉണ്ടാവും, 3 വരി ഉണ്ടാവും, 4 വരിയൊക്കെ ഉണ്ടാവും. അത് കണ്ടൊന്നും നമ്മൾ നെട്ടരുത്. ഓക്കെ, മിസ്റ്റർ വിനീത് ഈസ് എ പ്രൊഡ്യൂസർ ഓഫ് പിക്കിൾസ് ആൻഡ് സെൽ ദം ഡയറക്റ്റ്ലി ടു ദ ഹൗസ് ഹോൾഡ്സ്. അതെന്താണ് നമ്മളെ വിനീത് പറഞ്ഞ കുട്ടൻ, അതായത് വിനീത് പറഞ്ഞ ചേട്ടൻ എന്താണ് അദ്ദേഹം അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, പിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിയാണ് എന്താണ് ഡയറക്റ്റ്ലി സെല്ല് ചെയ്യാണ്. വീടുകളിൽ പോയി ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നത്, അദ്ദേഹം പോയി വീടുകളിൽ പോയി ഡയറക്റ്റ് ആയിട്ട് സെല്ല് ചെയ്യാണ്. ഡയറക്റ്റ്ലി ഡയറക്റ്റായി സെല്ല് ചെയ്യും. ടേമുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ്ലി എന്ന ടേം അദ്ദേഹം പോയി സെല്ല് ചെയ്യാണ്. ദ എബോവ് മെൻഷൻ സിറ്റുവേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ചാനൽ ലെവൽ. എന്താണ് ഈ മുകളിൽ പറഞ്ഞ, അതായത് അദ്ദേഹം സാധനം ഉണ്ടാക്കി ഡയറക്റ്റ് വീട്ടിൽ പോയി വിൽക്കാൻ അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ എന്തിനാണ്? വിച്ച് ടൈപ്പ് ഓഫ് ചാനൽ ലെവലിന് എക്സാമ്പിളാണ് ചോദിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്താണ് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ആരും കറക്കി കുത്താൻ പോയത്. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ നോക്കുക. ഇത് കറക്കി കുത്തൽ ഇതില്ല, കാരണം 1 മാർക്കാണ്. അത് പോയി കഴിഞ്ഞാൽ എന്താണ് പിന്നെ കിട്ടൂല. അപ്പം എന്താണ് ഈ ഇതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് 4 ആൻസേഴ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും എടുക്കാനേ ഉള്ളൂ. അപ്പം എന്താണ് മിസ്റ്റർ വിനീത് നമ്മളെ ചിന്തിക്കുക. വിനീത് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നു. അച്ചാർ എന്താണ് നേരെ പോയി വീട്ടിൽ പോയി കൊണ്ടേ കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ചിന്തിച്ചത് എന്താണ് ഇത് ഏത് ചാനലിലാണ്? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് ചാനൽസ്, അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, ഒരു സാധനം വാങ്ങി നമ്മൾ ഓരോ അതായത് നമ്മൾ അൾട്ടിമേറ്റ് നമ്മുടെ യൂസേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നവരെ ഏതൊക്കെ ചാനലിലൂടെ കടന്നു പോകുന്നുള്ള എന്താണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്.
അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഓർക്കുകയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം അച്ചാറുണ്ടാക്കിയാൽ ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ ഏത് ചാനൽ എക്സാമ്പിളാണ് ചോദിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം ഒന്നും ഒരു ആശങ്കയില്ല. നമുക്ക് എന്താ പറയാം, നേരെ ഓപ്ഷൻ ഏതെഴുതാം? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി. ഒന്നുമില്ല, സീറോ ലെവൽ ചാനൽ. സീറോ ലെവൽ ചാനൽ എന്താണ്? അദ്ദേഹം ഉണ്ടാക്കുന്നു, അദ്ദേഹം വിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററും ഇല്ല, ഒരാളും ഇല്ല, ഒരു ഹോൾസെയിലർ ഇല്ല, റീറ്റെയിലർ ഇല്ല, ഏജന്റ് ഇല്ല, ആരുമില്ല. അദ്ദേഹം ഉണ്ടാക്കുന്നു, അദ്ദേഹം വിൽക്കുന്നു. പ്രോഫിറ്റ് അദ്ദേഹത്തിന് തന്നെയാണ്, വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഇതാണ് എന്താ പറയുന്നത് സീറോ ലെവൽ ചാനൽ. ഇതിൽ നമുക്ക് 1 ലെവൽ ചാനൽ എന്താ നമുക്കറിയാം, 2 ലെവൽ എന്താ അറിയാം, 3 ലെവൽ എന്താ അറിയാം. അറിയാത്തവരൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത വീഡിയോ എന്തായിരിക്കും ഈ 1 ലെവൽ 2 ലെവൽ 3 ലെവലിനെ കുറിച്ചൊക്കെ എന്തായിരിക്കും നമ്മൾ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത് പറയുന്നത് ഈ ചാനൽസ് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് അദ്ദേഹം ഡയറക്റ്റ് സാധനം ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ സീറോ ലെവൽ ചാനൽ. ഇതിൻ്റെ ഇടയിൽ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയിൽ ആരുമില്ല, സീറോ ആണ്. അദ്ദേഹം വാങ്ങുന്നു, അദ്ദേഹം ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്താണ് ടൈം യൂട്ടിലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മളിങ്ങനെ ആലോചിക്കും, എന്താ ഇപ്പോൾ ഈ സാധനം ടൈം യൂട്ടിലിറ്റി? ടൈം യൂട്ടിലിറ്റി കിട്ടണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ടൈമർ എന്താണ്? എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ടൈം എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ടൈം യൂട്ടിലിറ്റി, ഈ സമയം ഉപയോഗിക്കാനുള്ള എന്തിനാണ്, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. പാക്കേജിങ്, വെയർഹൗസിങ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ. ഏതായിരിക്കും? പാക്കേജിങ് ആണോ? ചിന്തിച്ച് നോക്കൂ. പാക്കേജിങ്ങും ടൈമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആലോചിച്ച് നോക്കിയോ. സാധനം പാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല കളർഫുൾ പാക്കേജ് ചെയ്യുന്നു ടൈമായിട്ട് ബന്ധമുണ്ടോ? ചിന്തിച്ചു. കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചു, ഇല്ല. അപ്പോൾ വെട്ടി. രണ്ടാമത്തെ വെയർഹൗസിങ്. വെയർഹൗസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് വെയർഹൗസ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം ഉണ്ടാക്കി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കുട ഉണ്ടാക്കി അല്ലെങ്കിൽ ബാഗ് ഉണ്ടാക്കി. ഈ ഇതൊക്കെ എന്താണ് കൂടുതൽ ആവശ്യം നമുക്ക് എപ്പോഴാണ്? ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്താണ് എന്താ കുട, ബാഗ്, ഇതിനൊക്കെ എന്തായിരിക്കുക കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മളെന്തായി, കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 2000 ക്വാണ്ടിറ്റി കുട ഉൽപ്പാദിപ്പിച്ചു. പക്ഷെ നമുക്ക് 1000 ക്വാണ്ടിറ്റി മാത്രമേ സെയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 1000 ക്വാണ്ടിറ്റി ബാക്കി ഉണ്ട്. പക്ഷെ എന്താണ് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ എന്താണ് ആർക്കും വേണ്ടിയല്ല. ഈ പൊരി വെയിലത്ത് എന്താണ് നമ്മൾ കുട അല്ലെങ്കിൽ ബാഗ് ഏറ്റ് നടന്നാൽ എന്താണ് ബാഗ് ആരും വാങ്ങൂല. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സീസണല്ല, ഇപ്പം എല്ലായിടത്തും ബാഗൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എന്താണ് ബാഗ് ആരും വാങ്ങൂല. അപ്പോൾ നമ്മളെന്താണ് ഈ 1000 യൂണിറ്റ് 1000 യൂണിറ്റ് നമ്മൾ ബാക്കിയുണ്ട്. ഇതെന്ത് ചെയ്യും? നമ്മൾ വെറുതെ മാർക്കറ്റിൽ ഡംപ് ചെയ്താണ്ട് നമ്മളെ ക്യാഷ് പോക്കണോ? ഇല്ല. എന്താണ് നമ്മൾ വെയർ ഹൗസ് ചെയ്യും. അതായത് വെയർ ഹൗസ് പറഞ്ഞാൽ എന്താണ് ആ സ്റ്റോർ ചെയ്യുന്ന ഒരു ഹൗസ്, അതായത് നമ്മളെ ഒരു സ്റ്റോക്ക് റൂം അല്ലെങ്കിൽ എന്താ പറയാം നമ്മൾ ഗോഡൗൺ ഒക്കെ എന്താ പറയാം വെയർ ഹൗസിനെ പറയാം. അപ്പോൾ ഈ വെയർ ഹൗസിൽ എന്തായിരിക്കും നമ്മൾ സൂക്ഷിക്കും. ഇതെന്താ പറയുക വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് എന്താ പറയുക വെയർ ഹൗസിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ കുട എന്താ പറയുക അല്ലെങ്കിൽ ഈ ബാഗ് എന്താണ് നമ്മൾ സൂക്ഷിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മളതിന് നോക്കാം. അപ്പോൾ വെയർ ഹൗസിംഗ് നോക്കൂ. അപ്പോൾ നമ്മളെന്താ ചിന്തിച്ചു സമയം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ നമ്മൾ കുട ഉൽപ്പാദിപ്പിച്ചു. ചിലപ്പോൾ ജൂണിലാണ് നമുക്കിത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏപ്രിൽ, മെയ്, ജൂൺ 2 മാസം ഒരു ഗ്യാപ്പ് ഉണ്ട്. 2 മാസം ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്താണ് ഈ വെയർ ഹൗസിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഉണ്ടല്ലോ സമയം വെയർ ഹൗസിംഗ് ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മളെന്താണ് 2 ഓപ്ഷൻസ് നമ്മൾ വായിച്ചിട്ടുള്ളൂ. എന്താണ് അപ്പോൾ 2 ഓപ്ഷൻസ് വായിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു ചാൻസ് കൊടുക്കാല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് ഒരു ചാൻസ് നമ്മൾ കൊടുത്തു, ചെറിയ ചാൻസ് കൊടുത്തു. ഈ 3-4 ഓപ്ഷൻ വായിച്ചിട്ട് ചിലപ്പോൾ ഇതിനെക്കാട്ടി സൂട്ടബിൾ ആയിട്ട് സാധനം ഉണ്ടെങ്കിൽ എന്താണ് അതിലേക്ക് നമ്മൾ ആൻസർ മാറ്റണം. മൂന്നാമത്തെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ സാധന വിതരണം ആയിട്ട് ബന്ധപ്പെട്ട് സമയമായിട്ട് എന്താ ബന്ധമുണ്ടോ എന്ന് ആലോചിച്ചു. സാധനം വണ്ടി കയറ്റി വിതരണം ചെയ്യുക, ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ചപ്പം ഇല്ല, ഒരു ബന്ധമില്ല. അപ്പം നമ്മളെന്താണ് ഒഴിവാക്കി. അതെന്താ പ്രൊമോഷന് സമയമായിട്ട് ബന്ധമുണ്ടോ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, അതായത് നമ്മൾ പരസ്യം കൊടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ആളുകളെ കൂടുതൽ റീച്ച് ചെയ്യിപ്പിക്കുക, അതായത് നമ്മളെ സാധനം പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് എന്താ പ്രൊമോഷൻ അറിയാം. ഈ പ്രൊമോഷന് സമയമായിട്ട് ബന്ധമുണ്ടോ? ഇപ്പോൾ ബന്ധം ഉണ്ടായിരിക്കാം, ബന്ധമില്ല എന്താണ് പറയാൻ പറ്റും. കാരണം ഓരോ കാര്യങ്ങളും എന്താണ് ഇന്റർ റിലേറ്റഡ് ആണ്, മറ്റു കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രൊമോഷനായിട്ട് എന്താണ് നമുക്കിതിൽ ബന്ധമുണ്ട് നമ്മൾ നോക്കുകയാണ്. അപ്പം ആ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഇല്ല, നമ്മൾ ഈ വെയർ ഹൗസിങ്ങിനെക്കാട്ടി കൂടുതൽ ബന്ധം എന്തിനില്ല, വേറെ ഒന്നിനും ഇല്ല.
വെയർ ഹൗസിംഗാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. അപ്പോൾ നമ്മൾ കണ്ണും പൂട്ടി ആൻസർ ചെയ്തത് ഓപ്ഷൻ ബി വെയർ ഹൗസിംഗ് എന്ന് എഴുതി. കഴിഞ്ഞു, 1 മാർക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ലിസ്റ്റ് ഔട്ട് എനി 2 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരേ ഏരിയയിൽ തന്നെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നുണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ എസ് ചിലപ്പോൾ ആ ഏരിയ തന്നെ ആയിരിക്കും, 1 വേർഡ് ആ ഏരിയ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 2 മാർക്ക് 3 മാർക്ക് ഒക്കെ ചിലപ്പോൾ ആ ഏരിയ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ 2 നെയിം ചെയ്താണ് നമുക്ക്. നമ്മൾ നേരത്തെ ആൻസർ ഉണ്ട് അവിടെ, അതൊക്കെ റിബേറ്റ്, ഡിസ്കൗണ്ട്, ഫ്രീ ഗിഫ്റ്റ്, സാമ്പിൾസ് ഒക്കെ നമ്മൾ എഴുതി. ഇത് നമുക്ക് വീണ്ടും ഇവിടെ കൊടുക്കാം. സാമ്പിള്, കൂപ്പണ്, റിബേറ്റ്, ഫ്രീ ഗിഫ്റ്റ്, ഇതന്നെ നമ്മൾ വീണ്ടും ഇവിടെ ആൻസർ ആയി വരുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ നേരത്തെ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ പേര് ചോദിച്ചു, പേര് എഴുതി. ഓക്കെ, ലീവ് ഇറ്റ്. അടുത്താണ് ക്വസ്റ്റ്യൻ നമ്പർ 8. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ ആണ്, ഓർമ്മ വേണം. ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് ഡിസൈൻ ടു എൻകറേജ് ദ ബയേഴ്സ് ടു മേക്ക് ഇമ്മീഡിയറ്റ് പർച്ചേസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് നോൺ ആസ് ബൈ ദ നെയിം. എന്താണ് ഇവിടെ പറയുന്നത്? ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ്. ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് ആണ് ചില സമയത്ത് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ്. നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക ഡിസൈൻ ടു കറേജ് ദ ബയേഴ്സ്. അതായത് നമ്മുടെ ചെറിയ സമയത്തേക്ക് എന്താണ് നമ്മൾ സെയിൽസ് കൂട്ടാൻ വേണ്ടി നമ്മളെന്താണ് ഇമ്മീഡിയറ്റ് പർച്ചേസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് നോൺ ആസ് ബൈ ദ നെയിം. അതായത് എന്താ പറയുക, ഇതിലുള്ള ഈ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ABCD. ഈ 4 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് എന്താണ് നമ്മളെ സെയിൽസ് ഇൻക്രീസ് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? എല്ലാവർക്കും അറിയുന്ന സംഭവം എന്ത്? സെയിൽസ് പ്രൊമോഷൻ. എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? സെയിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് സെയിൽസ് പ്രൊമോഷൻ. പേഴ്സണൽ സെല്ലിംഗ്, ബ്രാൻഡിങ്, ലേബലിംഗ്, ഇതൊക്കെ എന്താണ് നമുക്ക് എന്താവില്ല, ഈ ബ്രാൻഡിങ്ങും ലേബലിങ്ങും എന്തായിരിക്കില്ല, നമുക്ക് നമ്മുടെ സെയിൽ കൂട്ടില്ല. എന്തായിരിക്കും ബ്രാൻഡിങ്, ലേബലിങ്ങും? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു സെനപ്പിൻ്റെ കുപ്പിയുണ്ട്. ഈ സെനപ്പിൻ്റെ കുപ്പിയിൽ എന്താണ് സെവനപ്പ് എന്ന് എഴുതിയ സാധനം എന്താണ്? ഒരു ബ്രാൻഡാണ്. സെവനപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്രാൻഡ് നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ബ്രാൻഡിങ് പറഞ്ഞാൽ? എന്താണ് ബ്രാൻഡിങ്. ഈ സെവനപ്പിൻ്റെ കുപ്പി നമ്മൾ കണ്ടാൽ എന്താണ്? ബ്രാൻഡായി. ഈ പെട്ടെന്ന് കണ്ടു സെവനപ്പ്. ഇനി അടുത്തന്നെ ലേബലിങ്. അപ്പോൾ ബ്രാൻഡിങ് പറഞ്ഞാൽ എന്താണ്? ഈ ബ്രാൻഡ്, ഈ കാണുന്ന ഈ കവറേജ്, ഈ ഇതിങ്ങനെ സെവനപ്പിൻ്റെ 8 ഇതൊക്കെ എന്താണ് ബ്രാൻഡിങ് ആയിപ്പെടും. ഇനി അടുത്ത രണ്ടാമത്തെ എന്താണ്? ലേബലിങ്. ലേബലിങ് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിവിടെ കാണുന്ന ഇവിടെ ഉണ്ട് ഓരോ ഡീറ്റെയിൽസ്, ഇതെന്നെ പ്രൊഡ്യൂസ് ചെയ്തു, ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ക്വാണ്ടിറ്റി എത്ര ഉണ്ട് ഇതിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പയർ ഡേറ്റ് എന്താണ്, മാനുഫാക്ചറിങ് ഡേറ്റ് എന്താണ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്ത് ലേബലിങ്. ഇതാണ് ലേബലിങ്ങിൽ വരാം. മൂന്നാമത്തെ എന്താണ്? പേഴ്സണൽ സെല്ലിങ്. ഞാൻ ഇവിടെ വെക്കട്ടെ. ഓക്കെ, പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആളുകൾക്ക് നേരിട്ട് പോയാണ് എന്താ സെയിൽ ചെയ്യാം. ഇതാണ് എന്താ പറയുക? പേഴ്സണൽ സെല്ലിംഗ്. പിന്നെ അതുപോലെ സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷനിൽ പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ്. ഇപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് നമുക്കിവിടെ എന്താണ് എൻകറേജ് ബൈ ദ ഇമ്മീഡിയറ്റ് പർച്ചേസ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് നമ്മളെന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് നമുക്ക് എന്തായിരിക്കണം എൻകറേജ് ചെയ്യിപ്പിക്കണം, പർച്ചേസ് ചെയ്യുന്ന ആളുകളെ കൂട്ടണം എന്നുള്ള ലക്ഷ്യമാണുള്ളത്. അപ്പോൾ ഈ പേഴ്സണൽ സെല്ലിംഗ് ഇതിൽ പെടൂലേ എന്നുള്ളൊരു ചിന്ത വരും. ചില ആളുകൾ എന്തായിരിക്കും ഈ പേഴ്സണൽ സെല്ലിങ്ങിൽ പോയി ആൻസർ ചെയ്തു. പക്ഷേ ഈ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ സെയിൽസ് പ്രൊമോഷൻ അണ്ടറിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പേഴ്സണൽ സെല്ലിംഗ് എഴുതി കഴിഞ്ഞാൽ പേഴ്സണൽ സെല്ലിംഗ് മാത്രമല്ല നമുക്ക് എന്താണ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. ഒരുപാട് ടൂൾസ് കാര്യമുണ്ട്. അഡ്വർടൈസ്മെന്റ് ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ പേഴ്സണൽ സെല്ലിംഗ് ഇതൊന്നും വായിക്കാതെ നമ്മൾ എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എഴുതി കഴിഞ്ഞാൽ എന്താണ് ആൻസർ റോങ് ആയിരിക്കും. എന്താണ് സെയിൽസ് പ്രൊമോഷൻ ആണ് എന്താ പറയുന്നത് കറക്റ്റ് ആൻസർ. കാരണം എന്താണ് സെയിൽസ് പ്രൊമോഷൻ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് എന്ത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ ലോങ് ടേമിലൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആൻസേഴ്സ് ഉണ്ടാവും. നമ്മൾ എടുത്തിരുന്ന ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയമുള്ള സാധനം എന്ത്? ജ്വല്ലറി. ജ്വല്ലറി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ജ്വല്ലറി എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തതിന് ഏതിനുള്ള എക്സാമ്പിളാണ് ചോദിക്കുന്നത്. ഏതിനായിരിക്കും? കൺവീനിയൻസ് പ്രൊഡക്റ്റ്. ഇവിടെ ഒരു പ്രൊഡക്റ്റിന് ഏതാണ്ട് കേട്ടോ, കൺവീനിയൻസ് പ്രൊഡക്റ്റ്, ഡ്യൂറബിൾ പ്രൊഡക്റ്റ്, ഷോപ്പിംഗ് പ്രൊഡക്റ്റ്, നോൺ ഡ്യൂറബിൾ പ്രൊഡക്റ്റ് എന്നൊക്കെ പേരുന്നൊക്കെ നമുക്ക് കിട്ടും. കൺവീനിയൻസ് പറഞ്ഞാൽ നമ്മളെ കൺവീനിയൻസിന് വേണ്ടി പെട്ടെന്ന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉപ്പ് വാങ്ങുന്നു, അല്ലെങ്കിൽ പഞ്ചസാര, അതൊക്കെ എന്താണ് കൺവീനിയൻസ് പ്രൊഡക്റ്റ്. നമ്മൾ ഒന്നും ചിന്തിക്കില്ല. ഉപ്പ്, അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ നമ്മോട് പറഞ്ഞു പോയി കല്ലുപ്പ് വാങ്ങി വാ,
അപ്പോൾ നേരെ പോയി കല്ലുപ്പിന് ഒരുപാട് ബ്രാൻഡൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഷോപ്പിൽ പോയാൽ എന്താണ് കല്ലുപ്പ് അല്ലെങ്കിൽ ഒരു പൊടിപ്പ് അല്ലെങ്കിൽ പഞ്ചസാര പറയും, ആ സാധനം എടുത്താൽ തരും. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല അവിടെ, നമ്മൾ കൺവീനിയൻസ്, നമ്മൾ പെട്ടെന്ന് വാങ്ങുന്നു പോരുന്നു, അത്രേ ഉള്ളൂ. ഡ്യൂറബിൾ പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരുപാട് സമയം നമ്മളെന്താണ് നിൽക്കുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, ഇതൊക്കെ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ റിയൽ ലൈഫായിട്ട് നമ്മൾ എന്തായിരിക്കും ഇതൊക്കെ ലിങ്ക് ചെയ്ത് നോക്കണം, പെട്ടെന്ന് കിട്ടും അങ്ങനെ ലിങ്ക് ചെയ്താൽ. ഇപ്പോൾ ജ്വല്ലറി ഈസ് എക്സാമ്പിൾ ഓഫ് കൺവീനിയൻസ് പ്രൊഡക്റ്റ് ആണോ? അതായത് നമ്മൾ പെട്ടെന്ന് ജ്വല്ലറിക്കാൻ പാഞ്ഞ് നിന്ന് പെട്ടെന്ന് സാധനം വാങ്ങി അതേപോലെ തിരിച്ചു പോരി ചെയ്യുന്ന ഒരു സാധനമാണോ ജ്വല്ലറി, അല്ലെങ്കിൽ ജ്വല്ലറി ഐറ്റംസ് എന്ന് പറയുന്നത്? അപ്പം അല്ല. അപ്പം എന്താണ് അല്ല. പിന്നെ ഡ്യൂറബിൾ ആണോ? അതായത് എന്താണ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം യൂസ് ചെയ്യുന്നത്, അതായത് കൂടുതൽ കാലം യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണോ ജ്വല്ലറി? അതായത് ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 10, 20, 30, 40, 50 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എത്ര ജീവിച്ചിരുന്നു അതിനെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം എന്നാൽ സ്ട്രൈക്ക് ചെയ്ത് ആൻസർ ഇത് ടിക്ക് കൊടുത്തു. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മളെന്ന് പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് കാണും ഇവിടെ പേഴ്സണൽ സെല്ലിംഗ് ആണ് കാണും, പക്ഷേ പേഴ്സണൽ സെല്ലിംഗ് ആയിരിക്കില്ല ആൻസർ. അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും എന്താണ് ഡ്യൂറബിൾ പ്രൊഡക്റ്റ് ആണോ? ആണ്. അപ്പോൾ ചെറിയൊരു ചാൻസ് അതിന് കൊടുത്തു. പിന്നെ അടുത്തെന്താണ് നമ്മൾ ഷോപ്പിംഗ് പ്രൊഡക്റ്റ് ആണോ നോക്കും. അത് ഷോപ്പിംഗ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന പോലെ നമ്മൾ പെട്ടെന്ന് പോയി ഒരു ഷോർട്ട് സമയം കൊണ്ട് പെട്ടെന്ന് നമ്മൾ എടുത്തു പോരുന്ന, നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ നോക്കി ഇതാക്കി ആ ഒരു ചെറിയൊരു ടൈം എടുക്കുന്നുള്ളൂ. പക്ഷെ എന്താണ് ഈ ഡ്യൂറബിൾ പ്രൊഡക്റ്റിന് മാറി എന്താണ് കൂടുതൽ സമയം എടുക്കുന്നില്ല. അപ്പോൾ ഷോപ്പിംഗ് പ്രൊഡക്റ്റ് ആണോ നോക്കും. അപ്പം അല്ല. ഓക്കെ. ഇനി അടുത്തെന്താണ് നോൺ ഡ്യൂറബിൾ പ്രൊഡക്റ്റ്. നോൺ ഡ്യൂറബിൾ പറഞ്ഞാൽ ഡ്യൂറബിൾ പറഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കുന്നത്. നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നേരെ ഓപ്പോസിറ്റ്, കൂടുതൽ കാലം നിൽക്കാത്തത്. ഫോർ എക്സാമ്പിൾ തക്കാളി എന്താണ് ഇപ്പം നമുക്ക് മാക്സിമം 2-3 ദിവസം മാക്സിമം യൂസ് ചെയ്യാൻ കഴിയില്ല, കൂടുതൽ യൂസ് ചെയ്യാൻ എന്താണ് അത് കേട് വരും, നോൺ ഡ്യൂറബിൾ ആണ്. അപ്പോൾ അതാണോ നമുക്ക് നോക്കി ജ്വല്ലറിയാണ് നമ്മുടെ സാധനം, ജ്വല്ലറി നോൺ ഡ്യൂറബിൾ അല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഒറ്റ ആൻസർ കിട്ടിയിട്ടുള്ളത് എന്ത് ഡ്യൂറബിൾ ആണ്. ഓക്കെ. അപ്പോൾ നമ്മളെന്താണ് ആൻസർ ഓപ്ഷൻ ബി ഡ്യൂറബിൾ പ്രൊഡക്റ്റ് എന്ന് എഴുതി കഴിഞ്ഞു. ഇപ്പം ജ്വല്ലറി മാത്രമല്ല, ഇപ്പോൾ ചിലപ്പോൾ അടുത്ത ഈ എക്സാമിന് ഇങ്ങോട്ട് ചോദിക്കും ജ്വല്ലറിന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം ചോദിച്ചു, എന്താ ചോദിക്കുക, ഒരു AC അല്ലെങ്കിൽ ഒരു TV അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഒക്കെ ചോദിക്കും. എന്താണ് ഇതൊക്കെ നമ്മൾ കൂടുതൽ കാലം യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ കൂടുതൽ സമയത്തേക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം യൂസിന് വേണ്ടി വാങ്ങുന്നതല്ല, കൂടുതൽ സമയത്തേക്ക് അതായത് കൂടുതൽ കാലം യൂസ് ചെയ്യാനുള്ള പർപ്പസ് കൊണ്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വാങ്ങുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്തു. ഡ്യൂറബിൾ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത് ജ്വല്ലറി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്താണ് ക്വസ്റ്റ്യൻ നമ്പർ 10. അഡ്വർടൈസിങ് ഫാൾസ് അണ്ടർ വിച്ച് ഓൺ ദ ഫോളോയിങ് എലമെന്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഇതിൽ ഏത് എലമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇത് നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 P's അല്ലേ? അപ്പം ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്താണ് എന്തിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണെന്ന് പറയുന്നത് ചോദിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ 4 P's ഏതിൻ്റെ അണ്ടറിലേക്ക് അഡ്വർടൈസിങ് വരിക? പ്രൊഡക്റ്റിൻ്റെ ഇതിലാണോ? അല്ല. പ്രൈസ് ആണോ? അല്ല. പ്ലേസ് ആണോ? സ്ഥലവുമായിട്ട് അഡ്വർടൈസിങ് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, നോ ചാൻസ്. പിന്നെ നമുക്ക് ഒരേ ഒരു ആൻസർക്ക് ഉള്ളൂ, എന്ത് പ്രൊമോഷൻ. ഓക്കെ അല്ലേ? പ്രൊമോഷൻ എന്താണ് നമ്മൾ സാധനത്തിന് എന്താണ് പ്രൊമോട്ട് ചെയ്യുക, ആളുകളെ വാങ്ങിപ്പിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കല്ലേ അഡ്വർടൈസിങ് എന്താണ് പ്രൊമോഷന് കീഴിൽ വരുന്നതാണ്, സ്വാഭാവികം. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എക്സാമ്പിൾ പെട്ടെന്ന് ചിന്തിക്കുക, സിനിമ പ്രൊമോഷൻ, ഒരു ഫിലിം പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ എന്താണ് ആളുകൾ വന്ന് അതിൻ്റെ നടന്മാരും നടിമാരും അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ടീം എന്നാണ് നമ്മളെ മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത്, സിനിമ എങ്ങനെയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇതെന്താണ് ഒരു പ്രൊമോഷനാണ്, അവർ ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊമോഷനാണ്. അപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആയിരിക്കും അല്ലെങ്കിൽ സിനിമ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്രൊമോഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ അതിൽ വരുന്ന 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന് മാത്രമായിരിക്കില്ല, വേറെ ചാപ്റ്ററിനൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ ചാപ്റ്ററിലെ 10 ക്വസ്റ്റ്യൻസ് 1 വേർഡിൻ്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ക്ലിയർ ആയിട്ട് വായിക്കുക, മനസ്സിലാക്കുക, ഓരോ ടേമിലൂടെ ഇറങ്ങി പോവുക. ഇപ്പോൾ ഈ പ്രൊമോഷൻ പഠിച്ചു, പ്ലേസ്, പ്രൈസ്, പ്രൊഡക്റ്റ്, ഇതൊക്കെ കൂടുതൽ പഠിച്ചെന്താണ് നമുക്ക് വേറെ ക്വസ്റ്റ്യനും കൂടിയും വേറെ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. ഓക്കെ.